ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ സാറ്റർഡേ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇറങ്ങി എഴുന്നേറ്റ് ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എനിക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പുറത്തെടുത്ത് വെച്ചു. പിന്നെ ഞാൻ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വേഗം തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. ഇന്നിവിടെ UAE സ്കൂളൊക്കെ ഓപ്പണായി, എല്ലാവരും ബാക്ക് ടു സ്കൂളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ എൻ്റെ കുട്ടികളുമൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതാണ് ആലോചിച്ചത്. ഇത്രയും ദിവസം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുണ്ടായിരുന്നു, ഇന്നിപ്പോൾ അവർ സ്കൂളിൽ പോയതാ. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് ഓട്സ് ആണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാനത് തലേന്ന് രാത്രി തന്നെ കുറച്ച് തൈരും പാലും ഓട്സും ചിയാ സീഡും ഒക്കെ ഇതാക്കിയിട്ട് ഇട്ടതായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഏത് ഫ്രൂട്ട്സാണോ കയ്യിലുള്ളത്, ബ്ലൂബെറി, സ്ട്രോബെറി, ആപ്പിൾ, ബനാന ഒക്കെ ഇടാം. ഞാൻ പക്ഷേ ഇവിടെ ആപ്പിൾ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ബനാന ഉണ്ട്, പക്ഷേ ഹസ്ബൻഡിന് ബനാന ഇതിലിട്ടിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ കരുതി ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുണ്ടാക്കാമെന്ന് കരുതി അവരെ പല ഫ്രൂട്ട്സ് റിങ്സ് ഉണ്ടല്ലോ, നമ്മൾ ചോക്കോസൊക്കെ പോലെ അത് കൊടുക്കാമെന്ന് കരുതി. ഞങ്ങൾക്ക് ഓവർനൈറ്റ് ഓട്സ്. അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്ത ആപ്പിളെല്ലാം നമ്മൾ രണ്ടാളെയും ആ ഓട്സിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കും. കുറച്ച് നമ്മൾ ബ്ലാക്ക് റൈസിൻസും ആൽമണ്ടും ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് റൈസിൻസ് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൽമണ്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യമൊന്നും എനിക്ക് ഓവർനൈറ്റ് ഓട്സ് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഓട്സ് നമ്മൾ സാധാ പാലിൽ ഇതാക്കിയിട്ട് കുറുക്കിയിട്ടെല്ലാം കുടിക്കില്ല, അത് ഇഷ്ടമാണ്. പക്ഷേ ഓവർനൈറ്റ് ഓട്സ് ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ തൈരിൻ്റെ പുളിപ്പെല്ലാം ഉള്ളതുകൊണ്ട് എന്താണെന്നറിയില്ല. പിന്നെ അത് ഹെൽത്ത് പരമായിട്ട് നല്ലതാണെന്ന് തോന്നി. ഇപ്പോൾ കഴിച്ചു തുടങ്ങി, അപ്പോൾ അത് ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ ഇടയ്ക്ക് ഞാനിത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാ ബ്ലാക്ക് റൈസിൻസ് ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ആൽമണ്ട് ചെറുതായിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ ചോപ്പ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഹണി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നോർമലി ഞാൻ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിടുമ്പോൾ പിന്നെ ഹണി ചേർക്കാറില്ല. അപ്പോൾ ഇപ്പോൾ ഡേറ്റ്സ് കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഹണിയാണ് ചേർക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട് ഡ്രിങ്ക്സാണ്, അത് പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതെല്ലാം ടേബിളിലേക്ക് കൊണ്ടുവച്ചു. അപ്പോഴേക്ക് കുട്ടികളും ഹസ്ബൻഡൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇത് കഴിക്കുമ്പോൾ ചായ കുടിക്കാറില്ല, അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പാത്രങ്ങൾ കഴുകി വെക്കലുണ്ടല്ലോ, ആ പരിപാടിയിലേക്ക് വേഗം കിടന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം ചോറിനുള്ള അരി അവിടെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ പിന്നെ ഇന്ന് ചോറിൻ്റെ കൂടെ ഞാൻ കരുതി ബീഫ് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് വാങ്ങിച്ചത് ഞാൻ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. ഞാൻ തലേന്ന് പോയിട്ട് വാങ്ങിയ ബീഫായിരുന്നു. അപ്പോൾ അത് അതായത് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ആ ഐസൊക്കെ കളയാമെന്ന് കരുതി. ഇന്ന് സിമ്പിളായിട്ട് ചോറും ബീഫ് കറിയും പപ്പടം തൈര് അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ വെള്ളത്തിലിട്ട് ഞാൻ ഹോളിലേക്ക് പോയി നോക്കുമ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഒരു വുഡ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ AC ഫിറ്റ് ചെയ്യുന്ന സമയത്ത് AC ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേൽഭാഗത്ത് അവർ ഇത് വെക്കുമല്ലോ, ഒരു തെർമോക്കോൾ. ആ തെർമോക്കോൾ ഫുള്ള് ഇവിടെ പ്രാവ് വന്ന് തിന്നിട്ട് അത് ഫുള്ള് ഇപ്പോൾ കാലിയായി കിടക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് മരം കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്തതായിരുന്നു. അതൊക്കെ അപ്പണിയെല്ലാം കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്കും എൻ്റെ ചോറ് തിളച്ച് വന്നപ്പോൾ ഞാനതിനെ റൈസ് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്.
അപ്പോൾ ഈ സമയം ബീഫിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ബീഫ് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു എളുപ്പത്തിലുള്ള ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സവാളയും തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ അരിഞ്ഞു വെച്ചതെല്ലാം കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് ബീഫ് ഐസൊക്കെ പോയപ്പോൾ ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിത് എളുപ്പത്തിൽ വെക്കുന്ന എൻ്റെ രീതിയിലുള്ള ഒരു ബീഫ് കറിയാണ്, റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട്, ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തത്, അപ്പോൾ അതിൻ്റെ ഒരു അളവിലാണ് പറയുന്നത്. അപ്പോൾ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കൈവച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ അതവിടെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയം ഞാൻ കരുതി ഈവനിങ്ങിന് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് നിറച്ചത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല റെഡിയാക്കണം. അപ്പോൾ ബീഫ് മസാലയാണ്, ഈ ബീഫ് കറിയിൽ നിന്ന് ഉള്ള ബീഫ് എടുത്തിട്ട് ചെയ്യാമെന്നാണ് ഞാൻ കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മസാല ഉണ്ടാക്കണമല്ലോ. അപ്പോൾ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇനി ഇതിലേക്ക് പൊടികളായിട്ട് അറിയാമല്ലോ എല്ലാവർക്കും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് അത് അവിടുന്ന് ഒരു ലോ ഫ്ലെയിമിൽ ആവുന്നുണ്ട്. ബീഫ് കറിയും ആവുന്നുണ്ട്. ഈ സമയം ഞാൻ കരുതി വേഗം പോയിട്ട് എല്ലാ സ്ഥലവും ഒന്ന് അടിച്ചു വരാം. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. ഈ സമയം ഹസ്ബൻഡും കുട്ടികളും ടി വി കാണുന്നുണ്ട്. അപ്പം ഞാനും അവിടെ പോയിട്ട് കുറച്ച് നേരം ടി വി കാണാനിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ബീഫ് ആയപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ആവിയൊക്കെ പോയപ്പോൾ ഞാൻ ഈ കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ചട്ടി അയച്ചു വയ്ക്കണം. ഇത് ഇങ്ങനെ ഇതിൽ തന്നെ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ചട്ടി അയച്ച് വയ്ക്കാം. അപ്പോൾ ചട്ടി അയച്ച് വയ്ക്കുന്നതിന് മുൻപായിട്ട് ഞാൻ കരുതി വേഗം ഒന്ന് പപ്പടം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വേഗം തന്നെ പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പപ്പടമൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ആ സെയിം എണ്ണയിലേക്ക് നമുക്ക് ഈ ബീഫ് കറിയിലേക്കുള്ള ചട്ടി അയച്ച് വയ്ക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ചട്ടി അയച്ച് വയ്ക്കാം. പക്ഷേ ഞാനിവിടെ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. ഈ എണ്ണയിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊടി ഇടുന്ന സമയത്ത് ഫ്ലെയിം ലോ ആക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. എനിക്കിത് പറഞ്ഞു തന്നത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്, ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫ്, അമ്മായി പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, കറിക്ക് നല്ലൊരു കൊഴുപ്പും ഉണ്ടാവും. ഇതാ അങ്ങനെ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ആ കറി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇതാ കറിയിൽ നല്ല കളറും ഒരു കൊഴുപ്പ് ഫീലൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വേഗം അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വേഗം പോയിട്ട് കുളിച്ച് നിസ്കരിച്ചു. എല്ലാവരും പോയി കുളിച്ച് ഫ്രഷായി. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ നിന്നു. അപ്പോൾ ഇതാ ചോറും ബീഫ് കറിയും പപ്പടും തൈരും മാങ്ങാച്ചാറും എടുത്തിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുറച്ച് ടി വി കാണാൻ നിന്ന്. അപ്പോൾ ടി വി കാണുന്നതിൻ്റെ ഇടയിൽ ഒരു മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ കടലക്ക ഉണ്ടല്ലോ, കടലക്ക ഉണ്ട്, അത് കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് ഇറങ്ങി നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ മസാല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബീഫ് കറിയിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് വാങ്ങിച്ചതുണ്ടായിരുന്നു. ഇത് പാവ് ബണ്ണാണ്. അപ്പോൾ ഞാൻ ആ ഒരു ബ്രെഡ് ആ ചെറിയ ഇതിലുള്ള ഇത് നടക്കാമെന്ന് കരുത്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇനി വേഗം നമുക്ക് ഈ മുട്ടൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആ മുട്ടനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ മുട്ടൊക്കെ തൊലി കളഞ്ഞ് ഇനി ഇതുപോലെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ മുട്ടയെല്ലാം നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബ്രെഡിനെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ ആ ബാക്ക് സൈഡ് ഉണ്ടാവുമല്ലോ, ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ സ്ക്വയറായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ബ്രെഡ് നിറച്ചതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തത്. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കട്ട് ചെയ്ത പീസിനെ നമുക്ക് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഈ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത പീസിൽ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ പൊടിച്ചിട്ട് നമ്മുടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പണ്ട് ഉമ്മാമയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണാം. ആ മസാലയിൽ ഈ ബ്രെഡിൻ്റെ ഒരു പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. നമുക്കിതുപോലെ ബാക്കിയുള്ള ബ്രെഡും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കേണ്ടത്. അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ചെറിയ കുറച്ച് പൊടികൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അത് മിക്സ് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് മസാല എടുത്തിട്ട് ഈ ബ്രെഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഒന്ന് നല്ലപോലെ ഫില്ലാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാലയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ആ മസാലയും മുട്ടയും ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. ബ്രെഡ് പൊട്ടിപ്പോകാതെ വേണം ഇത് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഇതിൻ്റെ അടപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ പോലെ മുളക് പൊടിയും ഒരു ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ബ്രെഡിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ ബ്രെഡിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും നമുക്കിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്കുള്ള പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രെഡും ഒരു സൈഡിൽ നിന്ന് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വേഗം തന്നെ വൃത്തിയാക്കി. ഇതിൻ്റെ ഇടയിൽ മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും വേഗം നിസ്കരിച്ചു. പിന്നെ ഇന്ന് വീക്കെൻഡല്ലേ, അപ്പോൾ പുറത്ത് പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് മോൾ ഓഫ് എമിറേറ്റ്സിൽ പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ആ മോളിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അങ്ങനെ അവിടെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് കണ്ടപ്പോൾ അവിടെ പോയി. അവിടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഓരോ സാധനങ്ങളും നോക്കി ഞങ്ങൾ ലോഷനൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കറങ്ങി. അപ്പോൾ ബാസ്കിൻ റോബിൻസിൻ്റെ അവിടെ ഇത് കണ്ടപ്പോൾ മോൻ അവിടെ പോയി ഒരു ഇതിന് കൈയൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പോൾ മോള് പറഞ്ഞ ആ സ്കീത് ബൈൻഡ് ചെയ്ത് കാണണം. അങ്ങനെ അവിടെ പോയി ജസ്റ്റ് പുറത്തു നിന്നെല്ലാം കണ്ടു, ഞങ്ങൾ വീഡിയോ എല്ലാം എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്ന് ഇതിൽ കാണിച്ച ബ്രെഡിൻ്റെ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.
ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.